ജമ്മുവിലെ ആർ എസ് പുരയിൽ നിന്ന് ഒരു ജവാൻ വെടിയേറ്റ് വീണത് അറിയാമല്ലോ, ദീപക് ചിമാങ്. അപ്പോൾ ഈ ദീപക് ചിമാങ്ങിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, വിവരങ്ങൾ. എസ് കെ എൻ, നേരത്തെ ശ്രീനഗറിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ ജമ്മുവും സമാധാനപൂർവമായ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. രാവിലെ വലിയ തിരക്കൊന്നും ഇവിടെയും കാണാനില്ല. ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു ദുഃഖകരമായ വാർത്ത എസ് കെ എൻ സൂചിപ്പിച്ചതാണ്. ആർ എസ് പുര, അതായത് ജമ്മുവിൽ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന അതിർത്തി മേഖലയാണ് ഈ ആർ എസ് പുര. രൺവീർ സിംഗ് പുര എന്നതാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. ആ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. പക്ഷേ അത് ഇന്നലെ നടത്തിയതോ അല്ലെങ്കിൽ മെനഞ്ഞാത്തയോ ആയിരുന്നില്ല. ശനിയാഴ്ച നടത്തിയ വെടിവെപ്പ്, അതായത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് നടന്ന ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഒരു ജവാനും വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അദ്ദേഹം BSFൻ്റെ കോൺസ്റ്റബിളായിരുന്നു. ദീപക് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ശനിയാഴ്ച വെടിയേൽക്കുന്നു. പിന്നാലെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മണിക്കൂറുകൾ ആശുപത്രികളിൽ അദ്ദേഹം ജീവന് വേണ്ടി പോരാട്ടം നടത്തി. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ജമ്മു BSF ആണിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരമൃത്യുയുടെ വിവരം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതോടെ നമ്മൾ നോക്കുമ്പോൾ 6 ജവാന്മാർക്കാണ് ഈ പാകിസ്ഥാനുമായുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നത് എന്നതാണ് ആകെ കണക്ക്. അങ്ങനെ നമ്മുടെ സൈന്യം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. കുറച്ച് സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത് എന്നത് ദുഃഖകരം തന്നെയാണ്. അതിൽ നമ്മുടെ രാജ്യം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കുന്നുമുണ്ട്. എസ് കെ എൻ, സമാധാനപൂർവ്വമായ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോഴും ജമ്മുവിലെ ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോഴും പേടിയുണ്ട്. ക്യാമ്പുകളിൽ ഞാൻ ഇന്നലെ പോയപ്പോഴും ആളുകൾ മടങ്ങാൻ, അവരുടെ അതിർത്തി മേഖലയിലെ വീടുകളിലേക്ക് മടങ്ങാൻ ഇപ്പോഴും ഭയക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെടിനിർത്തൽ എന്നത് യാഥാർത്ഥ്യമായെങ്കിൽ പോലും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ഏത് തരത്തിലാണ് അത് ലംഘിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നത്. മുൻപ് പലപ്പോഴും 2003 മുതൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ വെടിനിർത്തൽ കരാർ അതേപടിയുണ്ട്. 2021 അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി എന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും ഈ കാലങ്ങളിലൊക്കെ തന്നെ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റിലേക്ക് വെടിയുതിർത്തിട്ടുണ്ട്, പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ അനുഭവങ്ങൾ വളരെ മോശമാണ്. ഈ സമീപകാലത്തുണ്ടായ ഈ ഒരു എസ്കലേഷൻ അത് കുറച്ചധികം ഒരു യുദ്ധസമാനമായി തന്നെ പോയി. കഴിഞ്ഞ ദിവസം ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയ വാർത്താ സമ്മേളനത്തിലും ഇതിൽ യുദ്ധത്തിൽ കുറഞ്ഞതല്ല സംഭവിച്ചതെന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മടങ്ങിപ്പോകാൻ പേടിയുണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പുകൾ ഇപ്പോഴും ആ വിധം തന്നെ തുടരുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടി അത് അതേപടി തന്നെ ഉണ്ടാകും. സാധാരണ ജീവിതത്തിലേക്ക് പൂർണ്ണ അർത്ഥത്തിൽ ജമ്മു അടക്കമുള്ള ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോകണമെങ്കിൽ ഈ സമാധാന അന്തരീക്ഷം കുറച്ചധികം കാലം നീണ്ടു നിൽക്കേണ്ടി വരും. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ജീവിത ഉപാധി ടൂറിസം തന്നെയാണ്. ടൂറിസം മെച്ചപ്പെട്ട രീതിയിൽ പോകണമെങ്കിൽ കൂടുതൽ ആളുകൾ വരണം. ആളുകൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമാധാന അന്തരീക്ഷം നീണ്ടു നിൽക്കുകയും ഇവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ള ബോധ്യം വരികയും വേണം. എസ് കെ. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.